രാജസ്ഥാനിൽ നിന്ന് വീണ്ടും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കുന്നത്. മുമ്പ് അജ്മീറുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മൾ ചർച്ച ചെയ്തിരുന്നു, പക്ഷേ അന്ന് മാധ്യമങ്ങളിലൊന്നും നമ്മൾ കണ്ടുമില്ല. അതെ, തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുള്ളത് പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മുഴുവൻ കാണണം. കാരണം മലയാളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യില്ല. കാരണം അതങ്ങനെയാണ്. കാരണം ഇതിനകത്ത് ഇരയാവുന്നത് ഹിന്ദുക്കളാണ്. മറ്റ് ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ ഉൾപ്പെടുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ് ഇരകളാക്കപ്പെടുന്നൊരു സംഭവം. അതുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇതിൻ്റെ ഒരു ഒന്നാം ഭാഗം ഞാൻ പറഞ്ഞുതരാം. അജ്മീർ കേസ്. അജ്മീറിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. 90കളിൽ ഉണ്ടായതാണ്. 1990 മുതൽ 92 വരെയുള്ള കാലത്ത് 1000-ഓളം ഹിന്ദു കുട്ടികൾ, സ്കൂൾ കുട്ടികളാണ്, 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്തു. 1000-ഓളം കുട്ടികൾ, ഒരു ഗ്യാങ്. ഇപ്പം വളരെ പ്രശസ്തമായ അജ്മീർ ഷെരീഫ് ദർഗയുണ്ട്, അജ്മീർ ദർഗ. ആ ദർഗ നടത്തുന്ന ഖാദിം കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഫാറൂഖ് നഫീസ് ചിസ്തി എന്ന് പറയുന്ന ഈ അജ്മീർ ദർഗ നടത്തുന്ന ഫാമിലിയിലെ അവിടുത്തെ വലിയ സ്വാധീനമുള്ള കോൺഗ്രസ് കുടുംബമാണ്. വലിയ അജ്മീർ ദർഗ എന്ന് പറഞ്ഞാൽ വലിയ മത കേന്ദ്രമാണ്. അതിപ്പോൾ പൊളിച്ചു കളയണം, അവിടെ അതൊരു വൈഷ്ണവ ക്ഷേത്രം പണിതിട്ടുണ്ടാക്കിയാണെന്നൊരു വിവാദമൊക്കെ കേസൊക്കെ നിലനിൽക്കുന്നുണ്ട്. അയാളുടെ ഈ ഫറൂഖ് നഫീസ് ചിസ്തി എന്ന് പറയുന്ന ഇയാളും നസീം, ടാർസൻ എന്നറിയപ്പെടുന്ന നസീം എന്ന ആളും അറിയപ്പെടുന്ന ഒരു 20ഓളം പേര് വരുന്ന ഒരു ഗ്യാങ് സ്കൂൾ കുട്ടികളെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കൊണ്ട് 1000-ഓളം കുട്ടികൾ, പെൺകുട്ടികൾ, 11 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്തൊരു കേസുണ്ടായിരുന്നു. ആ കേസ് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് കേസിൻ്റെ വിചാരണ നടന്നില്ല. നീണ്ടു പോയിട്ട് ഒടുവിൽ BJP സർക്കാർ രാജസ്ഥാനിൽ വന്നപ്പോൾ ആ കേസിൻ്റെ വിചാരണ ദ്രുതഗതിയിലാക്കി ത്വരിതപ്പെടുത്തിയിട്ട് 2024 ഓഗസ്റ്റ് 20-ന്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 20-ന് അതിൻ്റെ വിധി വന്നു. അതിൽ 6 പ്രധാനപ്പെട്ട പ്രതികൾക്ക് ജീവപര്യന്തം കൊടുത്തു. ഈ കേസ് നമ്മുടെ ഒരൊറ്റ പത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തില്ല. ആദ്യമായി അത് മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ABC ആണ്. ABCക്ക് ശേഷം ജനൻ TVയും ജന്മഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ നമ്മളാണ് ആദ്യം ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് അതേപോലെ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. നമുക്ക് പെൺമക്കളുള്ള മുഴുവൻ ആളുകളും ഭയത്തോടെ കേൾക്കേണ്ട വാർത്തയാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഹിന്ദു പെൺകുട്ടികളെ ആസൂത്രിതമായി ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെ ലൈംഗികമായി നശിപ്പിക്കുന്നു എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ്. ഞാൻ അജ്മീർ കേസിനെ കുറിച്ച് അറിയാത്തവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പുതിയ ഡെവലപ്മെൻറ്റ് പറഞ്ഞിട്ട്, പുതിയ സംഭവം പറഞ്ഞതിന് ശേഷം അറിയിക്കാം. ഇപ്പോൾ രാജസ്ഥാനിലെ തന്നെ പ്രധാനപ്പെട്ട ചില പട്ടണങ്ങൾ ബീവാർ, ഗുലാബ്പുര, കെക്രി, ബഗേര, നസീറാബാദ്, ബിനായി, ഇത് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ചില പട്ടണങ്ങളാണ്. ഈ പട്ടണങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അവിടുത്തെ മാർക്കറ്റുകൾ അടഞ്ഞു കിടക്കുന്നു. അവിടെ ബന്ദാണ്. ജനം ഒരുമിച്ച് ആ പ്രദേശങ്ങളിൽ വിജയനഗറിലും ബീവാറിലും ഒക്കെ കടകളും സ്ഥാപനങ്ങളും അടപ്പിച്ചിട്ട് ബന്ദ് ആചരിക്കുന്നു. കാരണം അവരുടെ പെൺകുട്ടികളെ, ഈ അജ്മീറിൽ നടന്നതിന് തുല്യമായി സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ വശീകരിച്ച് മയക്കുമരുന്ന് കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്ന വാർത്ത ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു. അതായത് 7 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്തത് പെൺകുട്ടികളെ പ്രണയം നടിച്ച് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഇവരുടെ ചിത്രങ്ങളെടുത്തിട്ട് ചിത്രങ്ങൾ കാണിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യും, ഭീഷണിപ്പെടുത്തിയിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ സഹോദരനാണ് ഞാനെന്ന് പറഞ്ഞ് നിൻ്റെ കൂട്ടുകാരികളെ പരിചയപ്പെടുത്തണം. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ, ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരൻ എന്ന് ഭാവിച്ച് അവരുമായിട്ട് ബന്ധമുണ്ടാക്കും. എന്നിട്ട് അവരെ കൊണ്ടുപോയി അവരുടെ ചിത്രങ്ങളെടുക്കും. ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഇവരെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ചെയിനായിട്ട് ഇത് തന്നെയാണ് അജ്മീറിൽ നടന്നത്. ആ സംഭവം ഉണ്ടായിരിക്കുന്നു. 7 പേരെ ഇപ്പോൾ രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. നിഹാൻ മുഹമ്മദ്, ലുക്മാൻ, സൊഹൈൽ മൻസൂരി, അർമൻ പത്താൻ, ഹക്കിം ഖുറേഷി. അവനവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു, രാഷ്ട്രീയ നേതാവാണ്. ഇവരെല്ലാം സംഘടിതമായി ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിൽ വായിച്ചില്ലേ, ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷുകാരായ വെള്ളക്കാരികളായ പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടികൾ, 9 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് പാകിസ്ഥാനിൽ വന്ന മുസ്ലിങ്ങൾ ആ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പറഞ്ഞു 10 വർഷത്തിനിടയ്ക്ക് 2.5 ലക്ഷം കുട്ടികളെ ഇതുപോലെ ഉപയോഗിച്ചു, നശിപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നു. അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഇതിനെതിരെ ഒരു എങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി രാത്രി
രാത്രി ഏറെ വൈകിയ നേരത്തെ ടെലഫോണിൽ ആരോട് സംസാരിക്കുന്ന പെൺകുട്ടിയുടെ പിതാവ് കണ്ട് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കാണ് ഈ സംഗതി പിടിക്കപ്പെടുന്നത്. എവിടെ നിന്ന് ഫോൺ കിട്ടി? ആദ്യമേ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കും. ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് ഫോണിൽ സംസാരിക്കാൻ വീട്ടുകാരറിയാം ഫോണിൽ സംസാരിക്കാൻ പറയും, വീഡിയോ കോൾ വിളിക്കാൻ പറയും. വീഡിയോ കോൾ ഈ പെൺകുട്ടികളെ പ്രേരിപ്പിച്ച് വീഡിയോ കോളിൽ നഗ്നചിത്രങ്ങൾ എടുപ്പിക്കും. എന്നിട്ട് ഇത് വെച്ചിട്ട് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും. അവർ പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന കൂട്ടുകാരുമായിട്ട് സംസാരിക്കുക. ഇങ്ങനെയാണ് ഇതങ്ങ് ഡെവലപ്പ് ചെയ്ത് ഒരു നെറ്റ്വർക്കായി ഈ അജ്മീറിൽ എന്തോ നടന്നോ അതുപോലെ അനേകം പെൺകുട്ടികളെ ട്രാപ്പിലാക്കി എന്നുള്ള വാർത്ത പുറത്തു വന്നതുകൂടി ഈ 15-ാം തീയതി രാജസ്ഥാനിലെ നേരത്തെ പറഞ്ഞ ബീവാർ ഉൾപ്പെടെയുള്ള വിജയനഗർ ഉൾപ്പെടെയുള്ള ഗുലാബ്പുര തുടങ്ങിയ സ്ഥലങ്ങൾക്ക് വലിയ പ്രതിഷേധമാണ്. അവിടെ മാർക്കറ്റുകൾ അടച്ചിട്ടിരിക്കുന്നു, ചന്തകളൊക്കെ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗുലാബ്പുരയിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഓഫീസിലേക്ക് ആളുകൾ മാർച്ച് ചെയ്തു. ബഗേര ടൗൺ നസീറാബാദ്, ബിനായ് തുടങ്ങിയ ടൗണുകളിൽ ഇന്നലെയൊക്കെ ബന്ദായിരുന്നു. അപ്പോൾ അതീവ ഗുരുതരമായ ഒരു സംഭവമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന് സമാനമായ കാര്യമാണ് അജ്മീറിൽ നടന്നത്. 90-92 കാലത്ത് അവിടുത്തെ ഒരു സോഫിയ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് സാവിത്രി എന്നാണ് പറയുന്നത്. സാവിത്രി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഒരാൾ പരിചയപ്പെടുന്നു. സാവിത്രിക്ക് ഇത്തിരി രാഷ്ട്രീയ മോഹമൊക്കെ ഉണ്ട്. കോൺഗ്രസ് പാർട്ടിയോട് വലിയ ഇഷ്ടമുള്ള പെൺകുട്ടിയാണ്. ഒരു കാര്യം ചെയ്യും, നിന്നെ ഞാൻ കോൺഗ്രസ്സിലൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞ് ഒരുത്തൻ, അവൻ്റെ പേര് ഫറൂഖ് ചിസ്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അജ്മീർ ദർഗ നടത്തുന്ന കുടുംബത്തിലെ ആളാണ്. അതുകൊണ്ട് തന്നെ അവന് വലിയ സ്വാധീനമുണ്ട്. ഇവരൊക്കെ ബേസിക്കലി കോൺഗ്രസ്സുകാരാണ്. ഈ പെൺകുട്ടിയായിട്ട് പരിചയപ്പെടുന്നു. പെൺകുട്ടിയെ ഒരു കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു, മയക്കുമരുന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇയാളുടെ ബംഗ്ലാവിലും ഫാം ഹൗസിലും കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നു. അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നു. ചിത്രങ്ങൾ പുറത്തുവിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. നിൻ്റെ കൂട്ടുകാരികളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കുകയാണ്. അവിടുത്തെ ഒരു ഫോട്ടോ ലാബിൽ ഈ ചിത്രങ്ങൾ, അന്ന് ഈ ഫിലിം കഴുകുന്ന പരിപാടിയാണ്, ഫോട്ടോ ലാബിൽ ഇങ്ങനെ എടുക്കുന്ന ചിത്രങ്ങളെല്ലാം അവിടെ പോയി വാഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ലാബിലിരിക്കുന്ന ജിതേന്ദ്ര ജെയിൻ എന്ന് പറയുന്ന ഈ ലാബിലെ ജോലിക്കാരൻ നോക്കുമ്പോൾ ഒരു ദിവസം കാണുന്നത് ഇയാൾക്ക് പരിചയമുള്ളൊരു പെൺകുട്ടിയുടെയാണ്. പിന്നീട് ഇയാൾ നോക്കുമ്പോൾ ഇതെല്ലാം പരിചയമുള്ള പെൺകുട്ടികളും ചെറിയ ഇയാളുടെ മുന്നിലൂടെ സ്റ്റുഡിയോയുടെ മുന്നിലൂടെ സ്കൂളുകളിലേക്ക് 1000-ഓളം കുട്ടികളാണ് സ്കൂളുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന പല കുട്ടികളും ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഇയാൾ ജിതേന്ദ്ര ജെയിൻ അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകനായ സന്തോഷ് ഗുപ്ത എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തന വിവരം അറിയിച്ചു. അങ്ങനെ പത്രത്തിൽ, ദൈനിക് ജാഗരൺ പത്രത്തിൽ ഈ വാർത്ത വന്നു. സന്തോഷ് ഗുപ്തയെയും അറിയിച്ചു, അവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകരെയും ഇതറിയിച്ചു. ആദ്യം ഒരു വാർത്ത ദൈനിക് ജാഗരണിൽ വന്നെങ്കിലും വലിയ ശ്രദ്ധ പിടിച്ചു പറ്റില്ല. പക്ഷേ രണ്ടാമത് സന്തോഷ് ഗുപ്ത എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകൻ ചിത്രങ്ങൾ സഹിതം കുട്ടികളുടെ മുഖം മാസ്ക് ചെയ്തിട്ട് ഈ ചിത്രങ്ങൾ സഹിതം പ്രവർത്തിച്ചതോടെ അജ്മീർ ഇളകി മറിഞ്ഞു. അങ്ങനെയാണ് അജ്മീർ പീഡന കേസിൽ രാഷ്ട്രീയ സമ്മർദ്ദവും മതസമ്മർദ്ദവും ഒക്കെ ഉണ്ടായിട്ടും പോലീസ് തുടക്കത്തിൽ കേസെടുത്തില്ലെങ്കിലും ജനം ഇളകിയതോടുകൂടി അത് കേസെടുത്തു. പക്ഷേ കോൺഗ്രസ് സർക്കാരുകൾ ഈ കേസ് പല തരത്തിൽ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രധാന സൂത്രധാരനായ 1-ാം പ്രതിയായ ഫറൂഖ് ചിസ്തി എന്ന് പറഞ്ഞ ആൾക്ക് മനോരോഗമാണെന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടി. കോടതി അയാളെ, കീഴ്ക്കോടതി വെറുതെ വിട്ടു, ഹൈക്കോടതി ശിക്ഷിച്ചു. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് അയാൾ പോയിട്ട് മാനസിക രോഗിയാണെന്ന് പറഞ്ഞ അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ബാക്കിയുള്ള 6 പ്രതികളുടെ വിചാരണയാണ് വർഷങ്ങളായി നടക്കാതെ വരികയും ഒടുവിൽ BJP സർക്കാർ വന്നതിന് ശേഷം ഈ കേസ് റീഓപ്പൺ ചെയ്ത് അത് വളരെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റിയാണ് 2024 ഓഗസ്റ്റ് 20 വിധി വന്ന് ഈ നസീം ടാർസൻ എന്ന് പറയുന്ന ഗുണ്ടാ തലവൻ ഉൾപ്പെടെയുള്ള ആളുകളെ 6 പേരെ ശിക്ഷിച്ചത്. അതിൻ്റെ വാർത്തകൾ, ആ ശിക്ഷാവിധി വന്നിട്ട് പോലും കേരളത്തിലൊരു ഒറ്റ പത്രം, ജന്മഭൂമി പത്രം ഒഴികെ, ജനം TV ഒഴികെ ഒരു പത്രത്തിലും വാർത്തയായില്ല, ആരും ചെയ്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ആദ്യമായി നമ്മളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ വീണ്ടും രാജസ്ഥാനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ പറയും, ഇവരെല്ലാവരും പറയുമല്ലോ ഹിന്ദു ഭൂരിപക്ഷമാണ് ഇന്ത്യ, ഹിന്ദുക്കൾ ന്യൂനപക്ഷ സമുദായങ്ങളെ പീഡിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നടക്കുന്നത് എന്താ? ആക്രമിക്കപ്പെടുന്നതും ഇരയാക്കപ്പെടുന്നതും ഹിന്ദുക്കളാണ്. ഇതുപോലെ എവിടെങ്കിലും മുസ്ലിമുകളെ കൂട്ടത്തോടെ ട്രാപ്പ് ചെയ്ത് മുസ്ലിം പെൺകുട്ടികളെ, ഒരു സ്കൂളിലോ ഒക്കെ പോകുന്ന 1000 മുസ്ലിം പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു കഥ ഈ മുസ്ലിങ്ങൾ പീഡനത്തിൻ്റെ ഇരയാവുമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ രാജ്യത്ത് കേട്ടിട്ടുണ്ടോ? എല്ലായിടത്തും വിക്ടിംസായിട്ട് വരുന്ന ആരാണെന്നറിയാമോ? ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ ഭൂരിപക്ഷത്തിലാണെന്ന് പറയുന്ന ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടുത്തെ മാധ്യമങ്ങളോ, പീഡനം നടക്കുന്നത് ഇപ്പോൾ കാശ്മീരിൽ ഒരു പെൺകുട്ടി ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ഹാളിലോ ഓഡിറ്റോറിയത്തിലോ മറ്റോ
പീഡനത്തിനിരയെ കൊല്ലപ്പെട്ട് കത്തുക. അത് എങ്ങനെയാ പറ്റിയത്? അമ്പലത്തിനുള്ളിൽ ശ്രീകോവിലിനുള്ളിൽ വെച്ച് പൂജാരി പീഡിപ്പിച്ചു കൊന്നു എന്ന് പറഞ്ഞൊക്കെയാണ് വാർത്ത വന്നത്. ഒരു ഭജനമഠവുമായി ബന്ധപ്പെട്ട ഒരു ഹാളിൽ, ഒരു തുറന്ന ഹാളിൽ വെച്ച് ഒരു സാമൂഹ്യ വിരുദ്ധം ചെയ്തൊരു കാര്യമാണ്. ഈ ജിപ്സികളായി നൊമാഡുകളായിട്ട് നടക്കുന്ന, അഭയാർത്ഥികളായി നടക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു, ചെറിയ പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടു. അത് നമുക്കെല്ലാം വിഷമമുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് വാർത്തകളായി വന്നു? വലിയ ദേശീയ വാർത്തയായി. അത് അമ്പലത്തിലെ പൂജാരി ശ്രീകോവിലിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ വരെ ഒരു ഉളുപ്പും ഇല്ലാതെ വാർത്തകൾ കൊടുത്തു. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്, പിന്നീട് തെളിഞ്ഞു. അങ്ങനെ ആ സംഭവം ഈ പറയുന്നതുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നടന്നതെന്ന് ചാർജ് ഷീറ്റും വന്നു, പ്രതി ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇത് പറഞ്ഞ കഥകൾ, പ്രചരിപ്പിച്ച കഥകളൊക്കെ വ്യാജമാണെന്നുള്ള വാർത്തകൾ നമ്മുടെ പത്രങ്ങളിൽ വന്നിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ കേസാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അജ്മീരിൽ 1000-ഓളം പെൺകുട്ടികളെ നിരന്തരം പീഡിപ്പിച്ച ഒരു സംഘത്തെ അവിടുത്തെ അജ്മീർ ദർഗയുടെ നടത്തിപ്പുകാരൻ്റെ മകൻ ഉൾപ്പെടെ പ്രതിയായ കേസിലെ വിധി വന്നപ്പോൾ കഴിഞ്ഞ വർഷം, ഒരു വർഷമായിട്ടില്ല, ഓഗസ്റ്റ് 20 വിധി വന്നത്, അതുപോലും നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചില്ല. ഇപ്പോൾ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഏതാനും പട്ടണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളായി ബന്ദും ഹർത്താലും ഒക്കെ നടന്നു. മാർക്കറ്റുകളൊക്കെ അടച്ചിട്ട് ജനങ്ങൾ, മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ സംഘടിതമായി സ്കൂളിൽ പഠിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ സംഘടിതമായി ഗ്യാങ് റേപ്പ് നടത്തിയ, കൂട്ടബലാത്സംഗം നടത്തിയ സംഭവത്തിനെതിരെ ജനങ്ങൾ വലിയ തോതിൽ തെരുവിലിറങ്ങി നാടാകെ പ്രതിഷേധിക്കുന്ന വാർത്ത എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ വരാത്തത്? അപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഹിന്ദുവിന് എന്ത് സംഭവിച്ചാലും അത് വാർത്തയല്ല. എന്നാൽ ഒറ്റപ്പെട്ട ഒരു മുസ്ലിമിന്, ഒറ്റപ്പെട്ട ഒരു സംഭവത്തിൽ ഒരു പീഡനം സംഭവിച്ചാൽ അത് രാജ്യം മുഴുവൻ മെഴുകുതിരി കത്തിക്കുകയും പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന വാർത്തയാവുന്ന ഈ കാലത്താണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പറയുന്നില്ല. രാജസ്ഥാനിലാണ് അതിനൊറ്റ കാരണമുള്ളൂ. ഈ പീഡനത്തിന് ഇരയായത് മുഴുവൻ ഹിന്ദുക്കളുടെ മക്കളാണ്, ഹിന്ദുക്കളായ സ്കൂൾ വിദ്യാർത്ഥിനികളാണ്. ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് പറയാൻ നമ്മളെങ്കിലും ബാക്കിയുള്ളതുകൊണ്ട് നമ്മളിത് പറയുന്നു. ഇതിൻ്റെ തുടർ വാർത്തകൾ നമ്മൾ അടുത്ത ദിവസം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.